പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മോളാർ കണ്ടക്ടിവിറ്റി കാണേണ്ട ഇക്വേഷൻ ആയിരുന്നു. അത് നിങ്ങളുടെ NCERT-യിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഞാനൊരു എക്സ്ട്രാ ആയിട്ട് ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ മോളാർ കണ്ടക്ടിവിറ്റിയുടെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ ആദ്യം പറയുന്നത്. 2 പ്രോബ്ലംസേ പറയുന്നുള്ളൂ. ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ആ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്ക് നിങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടിവിറ്റി ഓഫ് 0.20 mol per liter solution of KCl is 2.48 into 10 raised to minus 2 ohm inverse centimeter inverse. Calculate its molar conductivity. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? 0.20 mol per liter എന്ന് പറയുന്ന കോൺസെൻട്രേഷനിൽ ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി K തന്നിട്ടുണ്ട്. എത്രയാണ്? 2.48 into 10 raised to minus 2 ohm inverse centimeter inverse. Calculate its molar conductivity എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ m ആണ്. അത് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 1000 K ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം 1000 ഇൻറ്റു K എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. അത് ക്വസ്റ്റ്യനിൽ കണ്ടക്ടിവിറ്റി ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാ? 2.48 into 10 raised to minus 2 തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോൾ പെർ ലിറ്ററിനെയാണ് മൊളാരിറ്റി എന്ന് വിളിക്കുക. അത് ഇവിടെ തന്നിട്ടുണ്ട് 0.20 മോൾ പെർ ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 124 ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് പറയുന്ന നമ്മുടെ വാല്യൂ ടു 124. ഞാനിവിടെ യൂണിറ്റ് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മോളാർ കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ്. ഇക്വാലന്റ് കണ്ടക്റ്റൻസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ ഇക്വാലന്റ് റേസ് ടു -1 ആണെന്ന് പറഞ്ഞിരുന്നു. ഡയറക്റ്റ് നോക്കിയത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടെത്താം, അല്ലാതെ നേരിട്ട് എഴുതിയതാണ് ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങളെ, കുറച്ച് എന്താണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. 0.05 molar NaOH solution offered a resistance of 31.6 ohm in a conductivity cell. If the cell constant is 0.367 centimeter inverse, find out molar conductivity എന്നാണ്. അപ്പോൾ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ അകത്തുള്ള നമ്മൾ ഈ ടേംസുകളൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യാണ് കേട്ടോ. മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.05 മോളാർ തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 31.6 ഓം എന്ന് തന്നിട്ടുണ്ട്. സെൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 0.367 തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം ഈ ടേംസ് എന്താണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവിടെ എഴുതാണ്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ലാംഡ m ഈസ് ഈക്വൽ ടു 1000 K ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്നാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഇവിടെ K നേരിട്ട് തന്നിരുന്നു, കണ്ടക്ടിവിറ്റി പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ നമുക്ക് ഓർമ്മ വേണം. K ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇക്വേഷൻ 1/r into L/A എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. അപ്പോൾ 1/r into L/A എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. G സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അവർ തന്നിട്ടുണ്ട്. ഇതാ സെൽ കോൺസ്റ്റന്റ് ഈസ് 0.367 എന്ന് തന്നിട്ടുണ്ട്. 0.367 ആണ് സെൽ കോൺസ്റ്റന്റ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സെൽ കോൺസ്റ്റന്റ് യൂണിറ്റി എന്ന് തരും. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 ആയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ ഇവിടെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് എത്ര തന്നിട്ടുള്ളത്? 31.6 എന്ന് തന്നിട്ടുണ്ട്. 31.6 ഇത് ചെയ്താൽ 0.367 ഡിവൈഡഡ് ബൈ 31.6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
0.0116 എന്ന ആൻസർ കിട്ടും. 0.0116 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടക്ടിവിറ്റി K is equal to എന്താ കിട്ടിയത്? 0.367 ഡിവൈഡഡ് ബൈ 31.6 is equal to 0.0116 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടിയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, ഇപ്പൊ നമുക്ക് K കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി ആ വാല്യൂ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ലാംഡ എം is equal to 1000 into K എത്രയാ? 0.0116 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപിറ്റൽ എം എന്നുള്ള ലെറ്ററിലോ അല്ലെങ്കിൽ മോൾ പെർ ലിറ്ററിലോ തരും. ഇവിടെ ക്യാപിറ്റൽ എമ്മിൽ നമുക്ക് തന്നിട്ടുണ്ട് 0.05 എന്ന് തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 232 എന്ന് കിട്ടും. മോളാർ കണ്ടക്ടൻസ് ആയതുകൊണ്ട് യൂണിറ്റ് എന്താണ്? ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് കിട്ടും. 232 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. ഇതാണ് ഇതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. എങ്ങനെ പറയാം? ഒന്ന് ഡയറക്റ്റ് കണ്ടക്ടിവിറ്റി തന്നിട്ട് ലാംഡായ മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ വേണ്ടി പറയാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി തരാതെ പകരം എന്ത് തരിക? റെസിസ്റ്റൻസും തരിക, അതേപോലെ സെൽ കോൺസ്റ്റന്റും തരിക. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടക്ടിവിറ്റി കിട്ടും. കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ, ലാംഡ എം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ചോദിക്കാവുന്ന 2 പ്രോബ്ലംസാണ് പറഞ്ഞത്. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? സെൽ കോൺസ്റ്റന്റ് യൂണിറ്റി എന്ന് തരും. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ മക്കൾ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തവണ എക്സാമിന് ചോദിച്ചതാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിട്ട് കാര്യം മനസ്സിലാക്കാണ് നിങ്ങൾ വേണ്ടത്. ഓക്കെ, അതായത് ഹെഡിങ് ഇതാണ്: വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ എന്നാണ്, ഓർ ഡയലൂഷൻ. ഡയലൂഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റിയിലും മോളാർ കണ്ടക്ടിവിറ്റീസിലും എന്ത് മാറ്റാണ് വരിക എന്നുള്ളതാണ് ഡിസ്കഷൻ. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ എങ്ങനെയാണ് കണ്ടക്ടിവിറ്റിയിൽ വേരിയേഷൻ വരിക എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷന്റെ കണ്ടക്ടൻസിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഒരു 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ഒരു നിശ്ചിത വോള്യത്തിൻ്റെ അകത്തുള്ള സൊല്യൂഷൻസിൻ്റെ 1 സെന്റിമീറ്റർ ക്യൂബ് കേട്ടോ, 1 സെന്റിമീറ്റർ ക്യൂബ് സൊല്യൂഷന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഇത് കോൺസെൻട്രേഷൻ അനുസരിച്ച് എന്ത് മാറ്റം ഉണ്ടാവുക എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചോട്ടോ. കോൺസെൻട്രേഷൻ കൂടിയാൽ, നോക്ക്, കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുക എന്നാണ് അർത്ഥം അല്ലേ. കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിന്റെ അകത്തുള്ള എണ്ണം കൂടും. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടുന്നാണ് പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാന്നാണ്. അപ്പോൾ മറക്കേണ്ട, കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് വോള്യത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുകയും കോൺസെൻട്രേഷൻ കൂടുകയും പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുകയും അതിന് ഭാഗമായിട്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഡയലൂട്ട് ചെയ്യാണ് എന്ന് വിചാരിക്കുക. ഡയലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൺസെൻട്രേഷൻ കുറക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഡയലൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസ് പല ഭാഗത്തേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ യൂണിറ്റ് വോള്യത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുകയും അവരുടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുകയും ചെയ്യും? കുറയുകയും ചെയ്യും എന്നാണ്. അപ്പോൾ എന്താ ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് പറയുക, അതായത് കണ്ടക്ടൻസ് ഓഫ് 1 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് ദി സൊല്യൂഷനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഹൈ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുമ്പോൾ അവരുടെ കണ്ടക്ടിവിറ്റി സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ ഡയലൂഷൻ നടത്തുമ്പോൾ, കുറേ നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറക്കുമ്പോൾ യൂണിറ്റ് വോള്യത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും. പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവയുടെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ മറക്കണ്ട, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഡയലൂഷൻ കൂടുമ്പോൾ
യൂണിറ്റ് വോള്യത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുകയും അവരുടെ കണ്ടക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ ഡയലൂഷൻ എന്നുള്ള ടേമും കൂടി പറയുന്നതുകൊണ്ടാണ് പറഞ്ഞത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ അല്ലെങ്കിൽ ഡയലൂഷൻ കൂടുമ്പോൾ, ഡയലൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക. അപ്പോൾ ഡയലൂഷൻ കൂടുമ്പോൾ യൂണിറ്റ് വോള്യത്തിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുകയും പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞാൽ യൂണിറ്റ് വോള്യത്തിനകത്തുള്ള കണ്ടക്റ്റൻസ് കുറയുകയും സ്വാഭാവികമായിട്ടും കണ്ടക്ടിവിറ്റി ഡിക്രീസസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് കൺസോൾഡേറ്റ് ചെയ്യാം. എന്താണ് പറയാൻ പറ്റുക? വെൻ കോൺസെൻട്രേഷൻ ഡിക്രീസസ് ഓർ ഡയലൂഷൻ ഇൻക്രീസസ് കണ്ടക്ടിവിറ്റി ഡിക്രീസസ് എന്നാണ് പറയാൻ പറ്റുക. മനസ്സിലാവുമല്ലോ? കണ്ടക്ടിവിറ്റി ഡിക്രീസസ്, കോൺസെൻട്രേഷൻ കുറയുകയോ ഡയലൂഷൻ കൂടുകയോ ചെയ്താൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നാണ്. എന്നാൽ അടുത്ത നോക്ക് നിങ്ങൾ, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂണിറ്റ് വോള്യത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നോക്ക് നിങ്ങൾ, ഞാൻ എന്ത് ചെയ്തു അറിയാലോ, ചെറിയൊരു ബീക്കറിൽ 1 മോൾ സബ്സ്റ്റൻസ് എടുത്തു വിചാരിക്കുക. 1 മോൾ സബ്സ്റ്റൻസ് എടുത്തു, ചെറിയൊരു ബീക്കറിൽ എടുത്തു, 1 മോൾ സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്നറിയാലോ, ഇതിനെ എന്താണ് ഡയലൂട്ട് ചെയ്യാണ്. ഡയലൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലേക്ക് എന്താണ് നമ്മൾ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസിന് എന്ത് കൂടുതൽ കിട്ടും? പറ, മൊബിലിറ്റി കൂടുതൽ കിട്ടും. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടും. പരസ്പരമുള്ള അട്രാക്ഷൻ കുറയുന്നത് കാരണമായിട്ട് ഈ 1 മോൾ ഇലക്ട്രോലൈറ്റിന് കൂടുതൽ ഫ്രീഡം കിട്ടുന്നത് കൊണ്ട് തന്നെ ആ 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, ഇവിടെ എന്ത് കോൺസെപ്റ്റ് ഇല്ല, ഇങ്ങനെ ഒരു യൂണിറ്റ് ഏരിയ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡയലൂഷൻ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പാർട്ടിക്കിൾസിന് ചലന സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുമ്പോൾ, മൊബിലിറ്റി കൂടുതൽ കിട്ടുമ്പോൾ, ഇന്റർആയോണിക് അട്രാക്ഷൻ കുറയുമ്പോൾ ഇവരുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്? എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുക? വെൻ കോൺസെൻട്രേഷൻ ഡിക്രീസസ് or dilution increases, molar conductivity also increases എന്നാണ് പറയാൻ പറ്റുക. മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? ഞാനൊരു ടാങ്ക് വെള്ളത്തിലെടുത്താലും 1 മോൾ സബ്സ്റ്റൻസ് തന്നെയാണ് അവിടെ എടുക്കുക. ഒരു ചെറിയ ബീക്കറിൽ 1 മോൾ തന്നെയാണ് എടുക്കുക. പക്ഷേ ഇവിടെ വോള്യം എന്ന് പറയുന്ന നിശ്ചിത വോള്യത്തിൽ ഇത്ര അയോൺസ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണക്കില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1 മോൾ സബ്സ്റ്റൻസിന് ഒരു ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അയോണുകൾക്ക് എല്ലായിടത്തൂടെയും സഞ്ചരിക്കാനുള്ള കഴിവ് കിട്ടുന്നത് കൊണ്ട് അവരുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടുത്തെ പ്രശ്നം അങ്ങനെയല്ല. ഇവിടെ ഒരു യൂണിറ്റ് വോള്യത്തിൻ്റെ അകത്തുള്ളത് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ആ വോള്യത്തിൻ്റെ അകത്തുള്ള അയോണുകളുടെ എണ്ണം കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ അവിടുത്തെ കണ്ടക്ടിവിറ്റിയിൽ വേരിയേഷൻ വരുന്നതാണ്. എന്നാൽ ഈ മോളാർ കണ്ടക്ടിവിറ്റിയുടെ കൺസോൾട്ടേഷൻ എന്താ പറഞ്ഞത്? When concentration decreases or dilution increases, molar conductivity also increases. പക്ഷേ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം ഇക്വിലിബ്രിയത്തിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നും വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ 100% ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുന്നവരാണ്. ഇവർ പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും ഡിഫറെൻ്റ് ആണ്. ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും കേസിൽ കൂടുതന്നെയാണ് ചെയ്യാം, പക്ഷെ ആ കൂടുന്ന തോതിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അതിനാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ എങ്ങനെയാണ് മോളാർ കണ്ടക്ടിവിറ്റി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും വേരിയേഷൻ വരിക എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാം. കണ്ടക്ടിവിറ്റിയുടെ കേസിൽ എന്താ പറഞ്ഞത്? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, ഡയലൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. ഇവിടെ എന്താ പറയുന്നത്? കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, ഡയലൂഷൻ കൂടുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സെന്റൻസ് കൂടി പറഞ്ഞത് എന്താണ്? ആ ഇൻക്രീസ് ചെയ്യുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനും വീക്ക് ഇലക്ട്രോലൈറ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്റ്റെൻറ്റിലാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതെന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ മക്കളെ, നമ്മൾ പറയാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡയലൂഷൻ ഓർ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണ്. ഞാൻ പറഞ്ഞു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ് ആദ്യം പറയാൻ പോകുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ്.
നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ ഗ്രാഫിലൂടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും ഡിഫറെൻ്റ് ആണ് എന്ന് സൂചിപ്പിക്കുകയാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ എക്സ്പ്ലനേഷൻസ് തരുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അതിന് പേരാണ് ഡിബൈ-ഹക്കൽ ഓൺ-സാഗർ ഇക്വേഷൻ എന്ന് പറയും. ഡിബൈ-ഹക്കൽ ഓൺ-സാഗർ ഇക്വേഷൻ. ഇത് എന്താണ് നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഡിബൈ-ഹക്കൽ ഓൺ-സാഗർ ഇക്വേഷൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ പറയുന്നതാണ് ലാംഡ എം ഇസ് ഈക്വൽ ടു -b√c പ്ലസ് ലാംഡ 0m എന്നാണ്. ഇതാണ് ആ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ എങ്ങനെയാണെന്നറിയോ, ലാംഡ എം എന്ന് പറഞ്ഞാൽ y ആക്സിസിലാണ്, ഇത് y ഇസ് ഈക്വൽ ടു mx പ്ലസ് c എന്നാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, y ആക്സിസിൽ ലാംഡ എം എന്ന് പറയുന്ന മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ എക്സ് ആക്സിസിൽ √c എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ്റെ റൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ എം എന്ന് പറയുന്ന സ്ലോപ്പ് മൈനസ് ആയതുകൊണ്ട് താഴേക്ക് നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ട്, മൈനസ് ആയതുകൊണ്ട്. സി എന്ന് പറയുന്ന y ഇന്റർസെപ്റ്റ് ആണ്, ലാംഡ 0m എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ഇത് KCl പോലെയുള്ള HCl പോലെയുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ ഗ്രാഫാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് കൃത്യമായിട്ട് എന്ത് ചെയ്യുമെന്നറിയാലോ, ആ കോൺസെൻട്രേഷൻ ഇതെന്താ സൂചിപ്പിക്കുന്നത് പറയും, കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയും. എവിടെ 0 അല്ല കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ കൂടുക. നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. എന്താണ്, കോൺസെൻട്രേഷൻ കുറയുമ്പോൾ, അതായത് ഡയലൂഷൻ കൂടുമ്പോൾ എന്ത് കൂടുന്നത് നമ്മൾ പഠിച്ചത്, മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഇത് 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 0ൻ്റെ അടുത്തേക്ക് കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന സമയത്ത് മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാലോ, ഈ ഗ്രാഫിനെ ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്ട്രാ പ്രൊട്ടേഷൻ നടത്തി വിചാരിക്കുക, നമ്മൾ എക്സ്ട്രാ ഇങ്ങോട്ട് വരച്ചെടുത്ത് വിചാരിക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യും, ഈ y ആക്സിൽ പോയി ടച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് y ഇന്റർസെപ്റ്റ് കിട്ടും. y ഇന്റർസെപ്റ്റ് ആണ് ലാംഡ 0m എന്ന് പറയുന്നത്. എന്താ വിളിക്കുക, y ഇന്റർസെപ്റ്റ് ആണ് ലാംഡ 0m. ഈ ലാംഡ 0m നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ. എന്തുകൊണ്ടാണെന്നറിയോ, കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയല്ലേ, കുറഞ്ഞ് കോൺസെൻട്രേഷൻ 0ൻ്റെ അടുത്താവുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ നമ്മൾ ആ സമയത്ത് ഡയലൂഷൻ വളരെ കൂടുതലായിരിക്കും. അതിനാണ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്ന് പറയുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലാംഡ 0m എന്ന് പറഞ്ഞാൽ എന്താണ്, മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പ്രൊട്ടേഷൻ നടത്തിയിട്ട് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ പറയും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ പറയുന്ന ഇക്വേഷന്റെ പേരാണ് ഡിബൈ-ഹക്കൽ ഓൺ-സാഗർ ഇക്വേഷൻ. ഇതാണ് അതിന്റെ ഗ്രാഫ്. y ആക്സിസിൽ ലാംഡ എമ്മും x ആക്സിൽ √c എടുത്ത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിന് ഇന്റർസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാംഡ 0m എന്ന് പറയും. അതായത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്നാണ് വിളിക്കുക, ലാംഡ 0m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ലാംഡ 0m ചോദിച്ചാൽ എന്താ, കോൺസെൻട്രേഷൻ 0യിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ ഡയലൂഷൻ ഒരുപാട് ഹൈ ആവുമ്പോഴുള്ള മോളാർ കണ്ടക്ടിവിറ്റി വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ, ലാംഡ 0m എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ 100% ഡിസോസിയേറ്റ് ചെയ്യും. KCl K+, Cl- ആയിട്ട് 100% ഡിസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ കാരണം അവരുടെ മൊബിലിറ്റി ഒക്കെ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മൊബിലിറ്റി കൂടും. അതേപോലെ പരസ്പരമുള്ള അയോണുകളുടെ അട്രാക്ഷൻ കുറയും. അത് കാരണമായിട്ട് കൃത്യമായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് KCl, HCl എക്സെട്ര. എന്നാൽ നോക്ക് നിങ്ങൾ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് പോലെയുള്ളതിൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കർവ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് ഇവിടെ y ആക്സിസിൽ ലാംഡ m ആണ്, x ആക്സിസിൽ √c തന്നെയാണ്. പക്ഷെ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്ക് നിങ്ങൾ, ഇതിനെ നമുക്ക് എക്സ്ട്രാ പ്രൊട്ടേഷൻ നടത്താൻ കഴിയില്ല. കാരണം ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ y ആക്സിസിനോട് പാരലൽ ആയിട്ട് അങ്ങനെ ഇൻഫിനിറ്റിയെ സൂചിപ്പിച്ചു പോകും. ഇതും ഇങ്ങനെ പോകും.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ഒരിക്കലും 100% ഡിസോസിയേറ്റ് ചെയ്യൂല. അപ്പൊ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേഷൻ 0യിലേക്ക് അടുത്തുള്ള ഒരു വാല്യൂ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റൂല, ഈ λ0m എന്ന് പറയുന്ന വാല്യൂ വീക്ക് ഇലക്ട്രോലൈറ്റുകൾക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്താ കാരണം? വീക്ക് ഇലക്ട്രോലൈറ്റുകൾ പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നവരായതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഗ്രാജുവൽ ഇൻക്രീസിങ് അവിടെ ഉണ്ടാവില്ല. അതേപോലെ തന്നെ 0ക്ക് അടുത്തുള്ള ഒരു കോൺസെൻട്രേഷനിലുള്ള അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ഡയലൂഷൻ നമുക്ക് ഒരിക്കലും ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറ്റൂല. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോ ഉണ്ട്. ആ ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾ-റാഷസ് ലോ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? കോൾ-റാഷസ് ലോ എന്ന് പറയും. കോൾ-റാഷസ് ലോ. അപ്പോൾ അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്, കോൾ-റാഷസ് ലോ എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, കോൾ-റാഷസ് ലോന്റെ കേസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് എക്സാമിന് മേ ബി ചോദിക്കുകയാണെങ്കിൽ ഈ 2 ഗ്രാഫും കൂടി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒന്നിൽ ഇതിനെ സൂചിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ λm കോൺസെൻട്രേഷനും ഇവിടെ കാണിച്ചു. ഈ സംഭവം എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഇതെന്താണ്? സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ്. ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് വരുന്നത് എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫാണ്. ഇത് നമുക്ക് ജസ്റ്റ് കാണുമ്പോഴേക്ക് മനസ്സിലാക്കണം. ചിലപ്പോൾ ഇതിനെ എനിക്ക് എ എന്നും ഇതിനെ ബി എന്നും തന്നിട്ട് ഐഡന്റിഫൈ എ ആൻഡ് ബി തരും. അപ്പൊ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ തരുന്നതാണ് എന്ത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ്. എന്നാൽ ഇങ്ങനെ കർവ് ആയിട്ട് വരുന്നതാണ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഗ്രാഫിന്റെ പ്രശ്നം എന്താ പറഞ്ഞത്? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫിൽ നിന്ന് എന്ത് കിട്ടൂല? λ0m എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് ഡയലൂഷൻ കിട്ടാത്തത് കൊണ്ട് ആ λ0m കണ്ടെത്താനുള്ള മാർഗമാണ് കോൾ-റാഷസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ് കോൾ-റാഷസ് ലോയും അതിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി അടുത്തത് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള കോൾ-റാഷസ് ലോയിലേക്ക് വരാം. KOHLRAUSCH ലോ, കോൾ-റാഷസ് ലോ. എന്താണ് കോൾ-റാഷസ് ലോ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോക്ക് നിങ്ങൾ. ഇപ്പം ഞാനിതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ? ഒരു ഇലക്ട്രോലൈറ്റിനെ വെച്ചിട്ടുണ്ട് വിചാരിക്കാം, ഉപ്പ് വെള്ളം നിറച്ചിട്ടുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. ഇതിൻ്റെ അകത്തുള്ള ഇവരുടെ ടോട്ടൽ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും അയോണിക് കണ്ടക്റ്റൻസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ ഇൻഫൈനൈറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ടോട്ടൽ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് അതിലുള്ള കാൽഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ക്ലോറൈഡിൻ്റെയും അയോണുകളുടെ അയോണിക് കണ്ടക്റ്റൻസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അതായത് λ0m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാംഡ കേട്ടോ, ക്യാപിറ്റൽ ലാംഡയാണിത്, λ0m. അതായത് ടോട്ടൽ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്റ്റൻസ് ആണ് λ0m ഈക്വൽ ടു n പ്ലസ് λ0 പ്ലസ് പറഞ്ഞാൽ കാറ്റയോണിന്റെ അയോണിക് കണ്ടക്റ്റൻസ്. n എന്ന് പറഞ്ഞാൽ അതിന്റെ എണ്ണം, കാറ്റയോണുകളുടെ എണ്ണം. ഇവിടെ n മൈനസ് λ0 മൈനസ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ0 കാൽഷ്യം 2 പ്ലസ് പ്ലസ് 2 ഇൻറ്റു λ0 Cl മൈനസ്. Cl2 എന്ന് പറയുമ്പോൾ 2 ക്ലോറിൻ ഇല്ലേ, അതുകൊണ്ട് അവിടെ 2 വന്നത്. ആ 2 ആണ് ഇവിടുത്തെ n മൈനസ് എന്ന് പറഞ്ഞത്. കാറ്റയോൺ ആയതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് കൊടുത്തത്. ആനയോൺ ആകുമ്പോൾ പോസിറ്റീവായിട്ട് കൊടുക്കുന്നത് മാത്രം. നമ്മൾ കാറ്റയോണിനെ ആനയോണിനെ സൂചിപ്പിക്കാനാണ് പ്ലസ് മൈനസും കൊടുത്തത്. അപ്പോൾ ഞാൻ കോൾ-റാഷസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഇവിടെ എന്താണ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാം, എന്താണ് കോൾ-റാഷസ് ലോ പറയുന്നത്? പറ, ദി മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി മോളാർ അയോണിക് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്നാണ് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി മോളാർ അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺസ് അറ്റ് ഇൻഫൈനൈറ്റ് ഡയലൂഷൻ എന്നാണ്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിൻ്റെ അകത്തുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും അയോണിക് കണ്ടക്റ്റൻസുകളുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ എന്താണ്? ഇപ്പൊ ഇനി നോക്കുക ഒരു എക്സാമ്പിൾ.
ലാംഡ 0m4 NaCl ആണ് വിചാരിക്കട്ടോ. NaCl എങ്ങനെ നമ്മൾ ചെയ്യാ പറയും? ലാംഡ 0 Na പ്ലസ് ലാംഡ 0 Cl മൈനസ്. എന്താ കാരണം? ഇത് 1:1 ആണ് റേഷ്യോ. ഇനിയിപ്പോൾ ലാംഡ 0m4 AlCl3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാ പറ? ലാംഡ 0 Al3 പ്ലസ് ലാംഡ 3 ഇൻറ്റു ലാംഡ 0 Cl മൈനസ് എന്നാണ് വരിക. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ 3 എന്ന് പറയുന്നത് ഇവിടുത്തെ 3 ആണ്, ആനിയോണുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ്. ഇതാണ് കോൾറാഷസ് ലോ എന്ന് പറയുന്നത്. കോൾറാഷസ് ലോക്ക് 2 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് ഇതുപോലെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് 2 ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ലാംഡ 0m4 വീക്ക് ഇലക്ട്രോലൈറ്റ് കാണാൻ പറ്റും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റും കാണാൻ പറ്റും, വീക്ക് ഇലക്ട്രോലൈറ്റും കാണാൻ പറ്റും. പക്ഷേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഗ്രാഫിൽ നിന്ന് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞത്. ലാംഡ 0m കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടെത്താൻ പറ്റും. ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ MC ഡിവൈഡഡ് ബൈ ലാംഡ 0m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ലാംഡ MC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്റ്റൻസ് ആണ് ലാംഡ MC. ഇൻഫൈനൈറ്റ് ഡയലൂഷനിലെ മോളാർ കണ്ടക്റ്റൻസ് ആണ് ലാംഡ 0m എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ആൽഫ എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടെത്താൻ പറ്റും. ഇതിന്റെ രണ്ടിൻ്റെ ഈ പ്രോബ്ലംസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസിലേക്ക് പോവാണ്. ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ, നോക്കുക, നമ്മൾ ഇവിടെ നമ്മൾ 2 പ്രോബ്ലംസ് കോൾറാഷസ് ലോ വെച്ച് ചെയ്യാണ്. അല്ല, ക്വസ്റ്റ്യൻസ് ശരിക്കും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ലാംഡ 0m വാല്യൂസ് ഓഫ് NH4Cl, അമോണിയം ക്ലോറൈഡിനെ തന്നിട്ടുണ്ട് ലാംഡ 0m, NaOH തന്നിട്ടുണ്ട്, NaCl തന്നിട്ടുണ്ട്, R 129.8, 248.1, 126.4 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1. അതിൽ നിന്ന് കാൽക്കുലേറ്റ് ലാംഡ 0m4 NH4OH അമോണിയം ഹൈഡ്രോക്സൈഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്തിൻ്റെയൊക്കെ തന്നിട്ടുണ്ട്? NH4Cl തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുണ്ട്? 129.8 തന്നിട്ടുണ്ട്. NaOH തന്നിട്ടുണ്ട് 248.1 തന്നിട്ടുണ്ട്. NaCl 126.4 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ലാംഡ 0m4 NH4OH ആണ് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നതൊക്കെ ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കേട്ടോ, ശ്രദ്ധിച്ചോ. ലാംഡ 0m4 NH4Cl എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? ലാംഡ 0 NH4 പ്ലസ് ലാംഡ 0 Cl മൈനസ് ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുള്ളത് പറ? 129.8 തന്നിട്ടുണ്ട്. പിന്നെ ലാംഡ 0m4 NaOH gives, NaOH എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാംഡ 0 Na പ്ലസ് ലാംഡ 0OH മൈനസ് ഗീവ്സ് എത്രയാ? 248.1 തന്നിട്ടുണ്ട്. മൂന്നാമത്തത് ലാംഡ 0m4 NaCl is equal to, ഇതിനർത്ഥം എന്താണ്? ലാംഡ 0 Na പ്ലസ് ലാംഡ 0 Cl മൈനസ് ഇസ് ഈക്വൽ ടു 126.4 എന്നുണ്ട്. ഇവിടെ നമ്മളെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? NH4OH ആണ് കണ്ടെത്തേണ്ടത്. NH4OH ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാലോ, ഇവിടെ ഒരു NH4 ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇത് രണ്ടും കൂട്ടേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. പിന്നെയോ നമുക്ക് Cl-ൻ്റെയും Na-യുടെയും ആവശ്യമില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഇതും കൂട്ടണം എന്ന് ആദ്യം ഉറപ്പിക്കുക, കാരണം നമുക്ക് NH4OH കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ കൂട്ടിക്കുക. നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഇക്വേഷൻ 1 + 2 ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയില്ലോ, അതിൽ നിന്ന് -3 എന്ന് പറഞ്ഞാൽ 3 കുറക്കുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പറയും ഇതെങ്ങനെ എഴുതാം? ഇക്വേഷൻ 1 എന്താണ്? ലാംഡ 0 NH4 പ്ലസ് ലാംഡ 0 Cl മൈനസ് പ്ലസ്. ഇക്വേഷൻ 2 എത്രയാണ്? അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയെന്ന് പറ? 129.8 പ്ലസ്. രണ്ടും കൂടി ഒരുമിച്ച് പോവാണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 2 എന്താ പറയും? ലാംഡ 0 Na പ്ലസ് ലാംഡ 0OH മൈനസ്. അതിന്റെ വാല്യൂ എത്രയാണ്? 248.1 -3 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ മൊത്തം മൈനസ് ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? ലാംഡ 0 Na പ്ലസ് മൈനസ്
ലാംഡ 0 CL മൈനസ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? -126.4 എന്ന് കിട്ടും. ഇനി നോക്കി നോക്ക് നിങ്ങൾ, ഇതിലെ CL മൈനസും ഈ CL മൈനസും കട്ട് ചെയ്ത് പോയി, ഈ Na പ്ലസും Na പ്ലസും കട്ട് ചെയ്ത് പോയി. ഇനി എന്ത് മാത്രം ഉണ്ടാവുക പറയേ? ലാംഡ 0 NH4 പ്ലസ് പ്ലസ് ലാംഡ 0 OH മൈനസ്. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ലാംഡ 0 M4 NH4 OH അല്ലേ? ഇവിടെ NH4 പ്ലസും ഉണ്ട്, ഇവിടെ OH മൈനസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ചെയ്താൽ അതായത് 129.8 പ്ലസ് 248.1 മൈനസ് 126.4 എന്ന് പറയുന്ന വാല്യൂ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 251.5 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടുക. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിവിടെ എളുപ്പമാണ് കാര്യം, കാരണം ക്വസ്റ്റ്യനിൽ NH4 OH ചോദിച്ചാൽ NH4 OH വേണം, അപ്പോൾ അത് കൂട്ടണം, അപ്പോൾ ഇതും കൂട്ടണം. പിന്നെ CL നമുക്ക് ആവശ്യമില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് നമ്മുടെ ഫോർമാറ്റ്? 1 + 2 - 3 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും 251.5 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തില്ലേ, നോക്ക്. കാൽക്കുലേറ്റ് ലാംഡ 0 M ഫോർ അസറ്റിക് ആസിഡ് CH3COH കാണണം. ഗിവൻ ദാറ്റ് ലാംഡ 0 M HCl തന്നിട്ടുണ്ട് 426 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1. ലാംഡ 0 M ഫോർ NaCl തന്നിട്ടുണ്ട് 126 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1. ലാംഡ 0 M ഫോർ CH3COON തന്നിട്ടുണ്ട് 91 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റൈസ് ടു -1. അത് വെച്ചിട്ട് നമ്മൾ അസിറ്റിക് ആസിഡ് കാണണം. അപ്പോൾ ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് കേട്ടോ. പറയും ലാംഡ 0 M ഫോർ HCl is equal to എങ്ങനെ എഴുതുക? ലാംഡ 0 H പ്ലസ് പ്ലസ് ലാംഡ 0 CL മൈനസ് is equal to ആൻസർ എത്രയാ? 426. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അടുത്തത് ഏതാ? ലാംഡ 0 M ഫോർ NaCl is equal to ലാംഡ 0 Na പ്ലസ് പ്ലസ് ലാംഡ 0 CL മൈനസ് is equal to 126. ഇക്വേഷൻ നമ്പർ 2. മൂന്നാമത്തത് എന്താ കിട്ടുക പറയേ? ലാംഡ 0 M ഫോർ CH3COON is equal to ലാംഡ 0 CH3COO മൈനസ് പ്ലസ് ലാംഡ 0 Na പ്ലസ് is equal to 91 എന്നും കിട്ടി. ഇങ്ങനെ 3 കിട്ടിട്ടോ. നമുക്ക് കാണേണ്ടത് എന്തിൻ്റെയാണ് അറിയോ? CH3COOH ആണ് കാണേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ CH3CO എന്ന് പറയുന്ന ഈ ടേമും വരണം, ഈ എച്ചും വരണം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇക്വേഷൻ 3ഉം 1ഉം എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും അല്ലേ? കാരണം ഇവിടെ CO മൈനസ് ഉണ്ട്, ഇവിടെ H+ ഉണ്ട്, കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ Na+ നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫോർമാറ്റ് എന്താ പറയും? ഇക്വേഷൻ 3നോട് കൂടെ ഇക്വേഷൻ 1 കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ 2 മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇത് കൂടെ ഇത് കൂട്ടുമ്പോൾ ഇത് രണ്ടും കൂടി എന്തായിട്ട് മാറും? COOH എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമുള്ള ആൻസർ ആയിട്ട് മാറും. പിന്നെയോ ഈ Na+ ഈ Na+ കട്ട് ചെയ്ത് പോകും മൈനസ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ CL മൈനസും കട്ട് ചെയ്ത് പോകും. ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ 3 എന്താ പറയും? ലാംഡ 0 CH3COO മൈനസ് പ്ലസ് ലാംഡ 0 Na പ്ലസ് പ്ലസ്. ഇക്വേഷൻ 1 എന്താന്ന് പറയും? ലാംഡ 0 H പ്ലസ് പ്ലസ് ലാംഡ 0 CL മൈനസ് ആണ് ഇക്വേഷൻ 1. മൈനസ് ഇക്വേഷൻ നമ്പർ 2 എന്താ പറയും? ലാംഡ 0 Na പ്ലസ് മൈനസ് ലാംഡ 0 CL മൈനസ് എന്നാണ് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാലോ? ഇവിടെ മൈനസ് വരുമ്പോൾ നമ്മൾ രണ്ടിനും മൈനസ് കൊടുക്കണം കേട്ടോ. അതായത് NAക്കും അതേപോലെ തന്നെ 0 CL മൈനസിനും മൈനസ് കൊടുക്കണം. നോക്കേ, അപ്പോൾ ഈ Na+ കട്ട് ചെയ്തു, CL മൈനസും കട്ട് ചെയ്തു. ഇത് CH3CO മൈനസും ഇത് H+ അല്ലേ? അതിൻ്റെ അർത്ഥം രണ്ടും പാടെ കൂട്ടി നമുക്ക് എന്താ കിട്ടുക? ലാംഡ 0 CH3COOH എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമുക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കേ, ഈ ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ എഴുതുമ്പോഴാണ് ക്യാപിറ്റൽ ലാംഡ എഴുതട്ടോ. ഓരോ അയോണുകൾ എഴുതുമ്പോഴാണ് നമ്മൾ സ്മാൾ ലെറ്റർ ലാംഡ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറും കൂടി പറയും. ഇക്വേഷൻ 3യുടെ വാല്യൂ എത്രയാ? 91 പ്ലസ് ഇക്വേഷൻ 1ന്റെ വാല്യൂ എത്ര പറയും? ഇക്വേഷൻ 1ന്റെ വാല്യൂ 426 മൈനസ് ഇക്വേഷൻ 2ന്റെ വാല്യൂ എത്രയാ? 126. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതായത്
391 ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് കിട്ടും. ഇതാണ് അതിൽ ചോദിച്ച രണ്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കാറുള്ള പ്രോബ്ലംസ്. ഇത് ചെയ്യാൻ എളുപ്പമാണ്, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ആവശ്യമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാന്നറിയാലോ, ആവശ്യമുള്ളതിനെ നമ്മൾ എടുത്തിട്ട് ബാക്കിയിലേക്ക് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ഒരു ഇക്വേഷൻ്റെ ഫോർമാറ്റ് നമ്മൾ ഉണ്ടാക്കുക. ഇനി നമ്മൾ കോൾറാഷസിലൊക്കെ രണ്ടാമതൊരു അപ്ലിക്കേഷൻ ഉണ്ട് പറഞ്ഞില്ലേ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കാണുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് ഈ പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്ന് നോക്കുക എല്ലാവരും കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ദി മോളാർ കണ്ടക്റ്റൻസ് ഓഫ് 0.01 molar acetic acid was found to be 48.15. Molar conductance at infinite dilution lambda 0m is 390.6 ohm inverse centimeter square mole raised to -1. Calculate degree of dissociation എന്നാണ് അല്ലേ. എന്തായിരുന്നു ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇക്വേഷൻ? ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ 0m. ലാംഡ എം സി എന്ന് പറഞ്ഞാൽ പ്രത്യേക കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്റ്റൻസ് ആണ്. ഇവിടെ പ്രത്യേക കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ആ സമയത്തുള്ള മോളാർ കണ്ടക്റ്റൻസ് എത്രയാണ്? 48.15 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ലാംഡ 0m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 390.6 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കണ്ടെത്താൻ പറ്റും? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് എന്നാണ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ 0m വിച്ച് ഇസ് ഈക്വൽ ടു 48.15 ഡിവൈഡഡ് ബൈ 39.6 എന്നാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതിൻ്റെ ആൻസർ 0.123 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുക. പെർസെൻറ്റേജിലാണെങ്കിൽ 12.3 എന്ന് പറയുന്ന പെർസെൻറ്റേജാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.123 ആണ്. ഇങ്ങനെ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ ഫാരഡേസ് ലോയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ പല കുട്ടികളും നമ്മളെ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോ കെമിസ്ട്രി ഇങ്ങനെ പുറകിലാണല്ലോ പോകുന്നത് പറയുന്നുണ്ടാവും. കാരണം ഞാൻ ആൾറെഡി 4ാമത്തെ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് നമ്മൾ എടുത്ത് തീർന്നിട്ടുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് ആണ് വിക്ടേഴ്സ് ആൻഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആൾറെഡി എടുത്ത് തീർന്നതാണ്. അതിനുശേഷമാണ് ഞാൻ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1-2 ക്ലാസ്സുകൾ കൊണ്ട് ഇലക്ട്രോ കെമിസ്ട്രി അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.